ഞാൻ വൂളൻ ത്രെഡ് കൊണ്ട് ചെയ്തെടുത്തൊരു നെക്ക് ഡിസൈനാണിത്. ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ള ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നൊരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടില്ല. ഈ കളറിലെ മഞ്ഞ കളറിലെ നൂലുകളാണ് എടുത്തിട്ടുണ്ട്. ഈ നൂലെടുത്തിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയിൻ ഇട്ടു. അപ്പോൾ ഞാൻ എടുത്ത ഈ കളർ നൂലുകൊണ്ട് അടിക്കുന്നത്. ഇത് മാറ്റി വയ്ക്കാം. ഈ കളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ചെയിൻ ഇടണം ആദ്യം. എത്ര ചെയിൻ ഈ ഇപ്പം ഞാൻ മിക്കവാറും ഒരു മീഡിയം ടൈപ്പ് നെക്കിന് 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല കറക്റ്റായിരിക്കും. അതേമാതിരി അതിനെക്കൊണ്ട് ഇപ്പോഴും നമുക്ക് ഇതിന് 130 ചെയിൻ ഇട്ട് വയ്ക്കാം ആദ്യം. കണ്ടോ? ചെയിൻ ഇട്ട് ഞാൻ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെയിനിൻ്റെ ഓരോ ചെയിനിൻ്റെ അകത്തു നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുന്നുണ്ട്. ഇതേമാതിരി ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ഈ അറ്റം വരെ ഈ ലൈനിൻ്റെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. ഉണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്ത് അപ്പോൾ 3 ചെയിനിടുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ അടുത്തതിനകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ അതവിടെ 3 ഡബിൾ ക്രോഷ്യ ആയി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? 4ാമത്തെ ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ മുകളിൽ തന്നെ. എന്നാലും ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടണം. അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഇത് കിട്ടില്ല. ചെയ്തെടുത്തു. കണ്ടോ? 4ാമത്തെ. ഇനി അടുത്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. വീണ്ടും 4ാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. മൂടി കുടുങ്ങുന്നുണ്ട്. ഇതേമാതിരി 3 ഡബിൾ ക്രോഷ്യ പിന്നെ വീണ്ടും 2. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്ത് അടുത്ത ബോക്സ് ഉണ്ടാക്കും. 5 ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. 5 ചെയിൻ ഇട്ട് വെച്ചിട്ട് ഇവിടുത്തെ ഒരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യും. അതേമാതിരി പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടും. ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ കൊണ്ടുവന്നു. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ചെയ്തെടുത്തു. അങ്ങനെ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ചെയ്യുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ ഈ ബോക്സിൻ്റെ അകത്ത് ചെയ്തെടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആയി. പിന്നെ 3 ചെയിൻ ഇട്ട് 2 ചെയിൻ ഇട്ട്. അപ്പോൾ എന്താക്കി വെച്ചാൽ
ഒരു ഡബിൾ ക്രോഷേ, പിന്നെ വീണ്ടും 3 ചെയിനിടുക. ഇവിടെ എന്താ, പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. അപ്പോൾ ഇതാമാതിരി മാതിരി വന്ന് അടുത്ത് ചെയ്യുന്ന ഇതാ, അടുത്ത 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അതേമാതിരി ഇനി അടുത്ത് ഒരു 3 ചെയിൻ ഇടുക. ചെയിനിട്ടിട്ട് ഒന്നും കൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. വീണ്ടും 3 ചെയിനിടുക. അതേമാതിരി ഞാൻ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് അടുത്ത് ചെയ്യുന്ന അടുത്തത് ചെയ്തെടുത്തില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിംഗിൾ ക്രോഷേ കൊടുത്ത് ഇതെല്ലാം 2 ചെയിനിട്ട്, അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് പിന്നെ 3 ചെയിനിട്ട് 1 2 3 ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഇവിടെ അങ്ങനെ വന്നുകൊണ്ട് മാതിരി വന്നു. അടുത്ത 2 ചെയിനിടുക. ഈ ഒരു ബോക്സ് ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഈ ഒരു ഡബിൾ ക്രോഷേ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അതേമാതിരി അത് കഴിഞ്ഞ് ഇവിടെ 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷേ ചെയ്ത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷേ ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഇതിപ്പോൾ എത്രയായി, 6 7ാമത്തെ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുന്നുണ്ട്. 7 ഡബിൾ ക്രോഷേ ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്ത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 9 ഡബിൾ ക്രോഷേ ടോട്ടൽ വേണം. അതേമാതിരി ചെയ്തെടുത്ത് ഈ 2 ചെയിനിടുക. ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഇവിടെ ചെയ്ത മാതിരി തന്നെ 3 ചെയിനിടുക. 1 2 3 ചെയിനിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. മാതിരി വന്നുകൊണ്ട് പിന്നെ വീണ്ടും ഒരു 2 ചെയിനിട്ട് ഈ ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷേ ചെയ്ത് നാലെണ്ണമായി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണം. ആറ് ഡബിൾ ക്രോഷേ. 7ാമത്തെ ഡബിൾ ക്രോഷേ അവിടെ നിന്ന് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 8 9 ചെയ്യുക. ചെയ്തെടുത്തുകൊണ്ടോ ഇതേമാതിരി 9 ഡബിൾ ക്രോഷേ. ഈ വീണ്ടും 2 ചെയിനിട്ടിട്ട് ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് അടുത്ത ബോക്സിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ചെയിനിടുക.
ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കാണിച്ചത് അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തുകൊണ്ട് 9 ഡബിൾ ക്രോഷ്യ ഒരു വി ഫുള്ളായിട്ട് തയ്ച്ച്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ക്ലോസ് ആയിട്ട് ജോയിൻ്റ് ആക്കി കൊടുത്തു. ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഈ രണ്ട് ചെയിനിൻ്റെ സമയത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും ഒരു ചെയിൻ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ, 8 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഒരു ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ആറെണ്ണമായിട്ട് ഇടുക. ഒന്നും കൂടെ ചെയ്ത് 2 കൂടെ ചെയ്ത് ഇതേമാതിരി ചെയ്തെടുത്തുകൊണ്ട് ഇനി അടുത്ത് ചെയ്യുന്ന 2 ചെയിനിടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ നമ്മൾ 9 ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചാൽ ഈ അറ്റത്തുള്ള ഡബിൾ ക്രോഷ്യ ഒഴിവാക്കുക. അടുത്തതിൻ്റെ മുകളിൽ ചെയ്യുക, ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കുക. ബാക്കി അപ്പോൾ 7 ഒന്ന് ഒഴിവ് 2 അറ്റത്തുനിന്ന് ഓരോന്ന് വീതം ഒഴിവാക്കുക. എന്നിട്ട് ചെയ്യുക. രണ്ട് അറ്റത്തുനിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് ഒഴിവാക്കി കണ്ടു. അപ്പോൾ അത് അവിടെ 7 വന്നു. 7 ഇവിടെ 9 ഉള്ളായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്ന. അപ്പോൾ 7 ആയി ചുരുങ്ങി. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യേൻ്റെ ഈ വി ചെയ്ത് വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഒരു ചെയിനിടുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതേമാതിരി തന്നെ 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്ത് കണ്ടു. എല്ലാ സൈഡ് 9 ഉള്ളത് 7 ഇവിടെ അതായത് ബി ഇതേമാതിരി ചെയ്തെടുത്ത് കണ്ടു. ഇനി റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ തയ്ച്ചെടുത്തു. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, 3 ചെയിനിടുക. ചെയിനിട്ട് പിന്നെ ഈ ചെയിൻ നമ്മളിട്ട് വെച്ച ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിടുക. പിന്നെ ഇതാ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തിടുക. പിന്നെ ഇതാ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ.
എൻ്റെ മുകളിലൊക്കെ ഓരോ ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു. ഇനി അടുത്തത് അവിടെ ഈ ഡബിൾ ക്രോഷേൻ്റെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് ഈ ഡബിൾ ക്രോഷേൻ്റെ അപ്പം നമ്മൾ ചെയ്ത് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഡബിൾ ക്രോഷേ വന്നു. അടുത്ത് ചെയ്യുന്ന എഴുതാം. അടുത്ത രണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അതേമാതിരി ഫസ്റ്റത്തെ ഒന്ന് ഒഴിവാക്കുക, രണ്ടാമത്തേൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അപ്പോൾ 5 എണ്ണം വരും. ഇപ്പോൾ 7 എണ്ണം അല്ലേ വന്നിന് 5 ഡബിൾ ക്രോഷേ ആയിട്ട് ചുരുങ്ങുന്നത്. ഇതേമാതിരി ഒന്ന്. ഈ അടുത്ത് ചെയ്യുന്ന വിധം അടുത്തത് 2 ഡബിൾ ക്രോഷ് 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് അവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. ഇവിടെ ചെയ്ത മാതിരി തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോന്ന് വീതം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ അതാ 3 ഇതേമാതിരി വരും. ഇവിടെ 5 എണ്ണം ഉള്ളത് 7 എണ്ണം ഉള്ള 5 എണ്ണം. അത് അങ്ങനെ ചുരുക്കി ചുരുക്കി ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇതുവരെ ചെയ്ത സമയത്ത് ഈ നെക്ക് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാകും കാണാനായിട്ട്. അടുത്ത 2 സ്റ്റെപ്പും കൂടെ ചെയ്താൽ കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് ഇതാണ്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതപ്പോൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, 3 ചെയിനിടുക. ഈ ചെയിൻ ഡബിൾ ക്രോഷേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ 2 ഡബിൾ ക്രോഷേ ഉണ്ടോ. ഇനി വീണ്ടും ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. അടുത്ത ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഉണ്ടോ. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്ത ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് 2 എണ്ണം ചെയ്തെടുക്കുക. ഇതേമാതിരി ചെയ്ത് ഇതേമാതിരി നമ്മൾ ഈ റൗണ്ടിൽ ചെയ്തെടുക്കുന്നു. ഇതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുക്കും. ഇനി അടുത്ത ചെയ്യുന്നില്ല. അടുത്ത 2 ചെയിൻ ഇടുക. ഈ ചെയിൻ ഇട്ടിട്ട് ഈ ഇവിടെ ഇപ്പോൾ 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിൽ 3 എണ്ണം ആക്കാം. 2 എണ്ണം അപ്പുറം ഇപ്പുറമുള്ള 2 എണ്ണം ഒഴിവാക്കാം. ഇതാ ഒന്ന് 2 3 എണ്ണം ഒഴിവാക്കി. അതേമാതിരി
അടുത്ത ചെയ്യുന്ന 2 ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ആദ്യത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കുക. ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ മുകളിലും ചെയ്തെടുക്കുക. ഇവിടെ അതേമാതിരി ചെയ്തെടുക്കുക. അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 3 എണ്ണമായിക്കൊണ്ടത്. അടുത്ത സ്റ്റെപ്പ് ഒരു ഇതും കൂടെ കഴിഞ്ഞ് ലാസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ ചെയിനുണ്ട്, 3 ചെയിനുണ്ട്. ആദ്യം ചെയിനിട്ടു, വീണ്ടും 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ 4ാമത്തെ ചെയിനിൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്തെടുക്കുക. ഒരു ക്യാപ്പ് മാതിരി വന്നിട്ട് അത് കഴിഞ്ഞാൽ ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് ഈ ഇവിടുത്തെ ഗ്യാപ്പിലൊരു ചെയിനുണ്ടല്ലോ, ഈ ചെയിനിൻ്റെ ഉള്ളതൊരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. കണ്ടോ? ഇനി 3 ചെയിനിട്ടിട്ട് ഇതേമാതിരി ഒരു ക്യാപ്പിൻ്റെ മാതിരി ഉണ്ടാക്കി കിട്ടുന്നില്ല കൊണ്ട്. അതേമാതിരി വന്നു. അടുത്തൊരു ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ചെയിനുണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളതില്ല. ഇതേമാതിരി 3 ചെയിനിടുക. അരി വന്നു കണ്ട. അതേമാതിരി ഈ അറ്റ വരെ ചെയ്തെടുക്കുക. ഈ ഒരു ഇതിൻ്റെ ഇതുണ്ടല്ലോ, ആ വരെ ചെയ്തെടുക്കുക. ഇതേമാതിരി ചെയ്തെടുത്തു. ഇതേമാതിരി റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത ചെയ്യുമ്പോൾ ഇവിടെ 2 ചെയിൻ ഇടണം. ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ ഇടാം. കുറച്ചൊരു ഗ്യാപ്പ് വേണം. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അപ്പോൾ അതേമാതിരി വരും. ഇപ്പോൾ ഇത് കാണുന്നത്
ഇവിടെ ഒരു ചെയിൻ ഇട്ട് ഒന്നായി ഇതിവിടെ കണ്ടോ, 3 ഉള്ളത് 5 9 7 5 3 1 അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വർക്ക് വരും. ഈ നെക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് കാണാൻ ഇതേമാതിരി ഉണ്ട്.